വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചുരിദാർ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ. ചുരിദാർ പുതിയതൊന്നുമല്ല, പഴയത് തന്നെയാണ്. പക്ഷേ എനിക്ക് ചുരിദാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെവി വർക്കുള്ളൊരു ചുരിദാറാണിത്. എല്ലാവരും മാറ്റുന്ന തിരക്കിലാണ്. ഉമ്മ ഇപ്പം അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് കഴിഞ്ഞാൽ എൻ്റേത് കഴിയും തോന്നുന്നില്ല. കാരണം എത്ര നമ്മൾ സ്പീഡ് നോക്കിയാലും ലാസ്റ്റാവും നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. പൊതുവെ ഗേൾസ് തന്നെയാണ് നേരം വെക്കൽ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ്. പക്ഷേ നേരത്തെ ഇറങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഇന്നിട്ടുള്ളത്. മസ്കാര, ബേബി ക്രീം, ഫൗണ്ടേഷന്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ മാച്ചായ 2 വള എടുത്തിക്കണേ. പിന്നെ ഞാൻ ഇതിൽ ഈ ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഈ പെണ്ണ് എന്തിലാണ് ഈ കുത്തി വെച്ചിരിക്കണമെന്നുള്ളത്. ഞാൻ സാധാരണ സ്പോഞ്ച് അതിമൊക്കെ അങ്ങനെ കുത്തി വെക്കലുണ്ട് കമ്മലൊക്കെ. അപ്പം ഞാൻ ഇതാ മാറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊലയുമെന്നാണ്. കാരണം ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടാണ്, ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഞാൻ കൊലയുമ വാതിലടച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതൊക്കെ ഷൂട്ട് ചെയ്യണത് നേരമില്ലാത്ത നേരത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട്. നമുക്കെന്താ എത്ര നേരം വൈകിയാലും വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകുന്നുള്ള ആ ഒരൊറ്റ മൈൻഡിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഡ്രസ്സ് ഞാൻ എടുത്തത് തിരൂർ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ കുറേ കഴിക്കണം എടുത്തിട്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണത് തന്നെ ഉപ്പാൻ്റെ വണ്ടിയിലാണ്. അതുകൊണ്ട് നേരം വൈകിയാലും സീനൊന്നുമില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, തറവാട്ട് വീട്ടിൽ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നു. കുറച്ച് ദൂരമുണ്ട് പോവാൻ. അപ്പോൾ കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഫോർ ഷൂട്ടിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ വണ്ടിയിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് ഇരുന്നിരുന്നത്. അനിയന് ഫ്രണ്ടിലേക്ക് വയ്ക്കണേ. കസിൻ ബ്രദറും ഞാനാണ് ഏറ്റവും ബാക്കിൽ ഇരുന്നത്. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. കുറച്ച് ദൂരം ഉണ്ട്. കറക്റ്റ് ഓഡിറ്റോറിയം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എവിടെയാണെന്നുള്ളത്. അതൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിച്ച് പുറത്ത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ചെക്കനും പെണ്ണിനെയും കാണണം. ആ ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം എന്നൊക്കെ പറയില്ല, അതേപോലെ ഇരുന്ന് നല്ല രസമായിരുന്നു കാണാനൊക്കെ. പെണ്ണിനും ചെക്കനെയും കാണണം, പിന്നെ കുറച്ച് പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും. പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളി ആയിക്കണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്നിക്കണ്. പെണ്ണിനും ചെക്കനൊക്കെ നോക്കി ഒരു ഫോട്ടോ എടുക്കണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമുക്കവിടെ വേറെ പണിയൊന്നുമില്ല. അവരവിടെ വർത്തമാനം പറയുന്നു, ഞാൻ എനിക്കുള്ളത് വീഡിയോയിൽ എടുക്കുന്നു. അതാണ് എൻ്റെ പണി. അവരെ പണി നോക്കണം, ഞാൻ എൻ്റെ പണി നോക്കണ്. നമ്മൾ എത്ര കട്ട പോസ്റ്റ് ആയാലും അത് മറ്റുള്ളവരെ അറിയിക്കരുത്. ഒന്നെങ്കിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുക്കണില്ലേ അതേപോലെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട പോസ്റ്റൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ. അല്ല, നിങ്ങളും ചിലപ്പോൾ ഇതേപോലെ തന്നെ ഒക്കെ ആവും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളിങ്ങനെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വീഡിയോ കാണുന്നിടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്നൊരു വിളി വന്നു. അപ്പോൾ നമ്മളിനി താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. കാരണം ഇനി ഒരേ വർത്തമാനം പറഞ്ഞാൽ പിന്നെ ഞാൻ കട്ട പോസ്റ്റാവും. അപ്പോൾ പെട്ടെന്ന് പോയാൽ ഞങ്ങൾക്ക് വേഗം വീട്ടിലെത്താം. പിന്നൊരു വിളി ഉമ്മയും പിന്നെ മാമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ചിട്ട് അവരെ പാട്ടിന് പോയി. അപ്പോൾ അവരെ പിന്നാലെ വേഗം പോവുകയാണ്. ഒന്നാമത് അറിയാത്ത സ്ഥലം, അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട, പെട്ടെന്ന് പോവാം. അപ്പോൾ ഇത് ഫ്രണ്ടിൽ കയറി വരുമ്പോഴുള്ളതാണ്. ഞാൻ പോകുമ്പോൾ എടുക്കാൻ മറന്നു, അപ്പോൾ വരുമ്പോഴാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, താജ് പാലസ് എന്നാണ് പേര്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ പിന്നെ അനിയനും പിന്നെ കസിൻ ബ്രദറും ഞങ്ങൾ 3 ആളുമാണ് ഇരുന്നിരുന്നത്. എന്തായാലും ഞങ്ങൾ വന്ന റോഡ് അടിപൊളിയായിരുന്നു. ഇങ്ങനെ കുണ്ടും കുഴിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച്. അതിലേക്ക് ഭയങ്കര വ്യൂസും സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അനിയൻ്റെ കൈമത്തെ മോതിരം നോക്കുക ഗൈസ്, എപ്പോഴും നല്ല വെറൈറ്റി മോതിരങ്ങൾ ഇടാറുള്ളൂ. ഇതിപ്പോൾ ഒരു മുള്ളിൻ്റെ ഐറ്റം മോതിരമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പല തരത്തിലുള്ള മോതിരം ഉണ്ട് അവൻ്റെ കയ്യിൽ, മൂങ്ങേൻ്റെത്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ആ നെയിം മീറ്റിംഗ് ചലഞ്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും പോയി കമൻറ്റ് ചെയ്യുക. അതിൽ തിരഞ്ഞെടുക്കുന്ന ആളെ പേര് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ തറവാട്ടിൽ എത്തി. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോഴത്തേന് എല്ലാവരും ഒരു വിധമായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, കല്യാണം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.